പിണറായി വിജയന്റെ വസതികൾ ഉൾപ്പെടെ ഇഡി നടത്തിയ റെയ്ഡിൽ മൗനം തുടർന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെയും ഇന്നുമായി മാധ്യമങ്ങൾ പലതവണ പ്രതികരണം തേടിയെങ്കിലും മുഖ്യമന്ത്രി മിണ്ടിയില്ല. ഇതിനിടെ റെയ്ഡിനെതിരെ മന്ത്രി കെ മുരളീധരൻ രംഗത്തെത്തി. അതേസമയം ഇഡി റെയ്ഡിൽ നരേന്ദ്രമോദിക്കെതിരെ പിണറായി വിജയൻ മിണ്ടുന്നില്ലെന്ന് UDF നേതാക്കൾ കുറ്റപ്പെടുത്തി. റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കാത്തത് ഇന്നലെ ഡൽഹിയിലും ഇന്ന് കൊച്ചി, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിലും മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തേടിയെങ്കിലും വി ഡി സതീശന് പ്രതികരണമില്ല. വി ഡി സതീശന്റെ മൗനത്തെ കുറ്റപ്പെടുത്തി CPIM ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്തെത്തി. പ്രതിഷേധിക്കേണ്ട കാര്യങ്ങളിൽ ഏതാനും വാചകങ്ങളിലെങ്കിലും മിതമായ വാക്കുകളിലെങ്കിലും പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് വേണ്ടത് മനുഷ്യർക്ക് വ്യക്തമാകുന്ന ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളെയാണ്, അല്ലാതെ ഭാവാഭിനയം നടത്തുന്നയാളിനെ അല്ല. ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് ഇതര പാർട്ടികളുടെ നേതാക്കൾ പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കരുതലോടെയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ദേശീയ തലത്തിൽ വിഷയമായതോടെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടും ശ്രദ്ധേയമാകും. റെയ്ഡിനോട് യോജിപ്പില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. എന്നാൽ പിണറായി വിജയന്റെ ജീവൻ രക്ഷാമാർഗമായി ഇഡി വന്നതാണോ എന്നാണ് സംശയമെന്നും പ്രതികരണം. ഞങ്ങളുടെ ഒരു ബലമായിട്ടുള്ള സംശയം, ഇത് പിണറായിൻ്റെ ഒരു ജീവൻ രക്ഷാ മാർഗമായിട്ട് ഇഡി വന്നതാണോ എന്നാണ് സംശയം. കാരണം എല്ലാവരും സ്വന്തം പാർട്ടിക്കാർ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയല്ല സ്ഥലം. ആ നേരത്താണ് ഇഡിയുടെ ഒരു റെയ്ഡ്. ഇവരെ യോജിപ്പിക്കാൻ വേണ്ടി നടത്തിയ ചില ശ്രമങ്ങളാണ് ഞങ്ങൾ സംശയിക്കുന്നത്, സത്യം പറഞ്ഞാൽ. ഇതിനിടെ ഇഡി റെയ്ഡിൽ പിണറായി വിജയൻ നടത്തിയ പ്രതികരണം ചൂണ്ടിക്കാട്ടി വിമർശനവുമായി UDF നേതാക്കൾ രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തുന്ന പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മിണ്ടുന്നില്ലെന്നാണ് വിമർശനം. ഇപ്പോൾ ഇത്രയും വലിയ ഒരു കേന്ദ്ര ഏജൻസിയുടെ ഒരു അന്വേഷണം നടക്കുമ്പോൾ പോലും അദ്ദേഹം പ്രധാനമന്ത്രിക്കെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ ഒരു വിമർശനം നടത്താൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതേസമയം റെയ്ഡ് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം കടുപ്പിക്കുകയാണ് CPIM-ഉം LDF-ഉം. ജില്ലാ കേന്ദ്രങ്ങളിൽ LDF-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.